നമ്മുടെ മേക്കപ്പ് റൂമിൽ നിന്ന് തുടങ്ങിയത് കാരണം നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും നെക്സ്റ്റ് മേക്കപ്പ് വ്ലോഗ് ആണെന്ന്. അല്ല, ഇന്നിപ്പോൾ ബാഗ് തൂക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഈ ദിവസം നമ്മൾ സ്റ്റാഫ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. മഴയത്ത് നനഞ്ഞ് ഒന്ന് അതിരപ്പള്ളി വരെ, ജസ്റ്റ് വെറുതെ ഒരു ചില്ലി. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ അതിരപ്പള്ളി ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. എടുക്കണം കേട്ടോ, ഇല്ലാത്തവർക്ക് കൊടുക്കണേ. ആകെ അവർക്ക് നമ്മളിപ്പോ അങ്കമാലി കരയാമ്പറമ്പ് റൂട്ട് കയറിയിട്ടോ. ചെറിയ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഗ്യാങ് എല്ലാരും കൂടി ഇങ്ങനെ ഒത്തുകൂടി ഇവിടെ വേറെ 2 പേരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവരോട് വന്നിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഹായ്, അങ്ങനെ നമ്മളിപ്പോ അതിരപ്പള്ളിക്കും വാഴച്ചാലിനും നടുക്കുള്ള ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എത്തി. അത്യാവശ്യം ഒന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. മഴയത്ത് വരണം എന്ന് ആഗ്രഹിച്ച് വന്നിട്ട് ഒരു തുള്ളി പോലും മഴ പെയ്തില്ല. നല്ല വെയിലായിരുന്നു. അതിന്റെ ഒരു വിഷമമുണ്ട്. നമ്മുടെ ടീം മൊത്തം അപ്പുറത്തെ സൈഡ് നിൽപ്പുണ്ട്. ഏയ് കാറ്റ് കൊടുക്കും. അതെ, നമ്മളങ്ങനെ വാഴച്ചാലെത്തിയപ്പോ മഴ പെയ്യുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവരെല്ലാരും അകത്തേക്ക് പോയേക്കാണ്. ഞാൻ അകത്ത് പോയി കയറി വന്നു. ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്. അതായത് അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിലും ഉണ്ട്, ചെറിയ രീതിയിൽ മഴയുണ്ട്. ആ ഒരു ഇതിലേക്കാണ്. ഇനി നമ്മൾ അടുത്ത തുമ്പൂർ മൊഴിക്കാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. നമ്മളിപ്പോ അതിരപ്പള്ളി വ്യൂ പോയിന്റിലാണ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയില്ല, നല്ല തിരക്കാണ്. അതുപോലെ തന്നെ താഴത്തെ ഇറക്കി വിടുന്നില്ല. അപ്പൊ പിന്നെ അങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണാം. തുമ്പൂർ മൊഴിക്ക് പോകുന്ന വഴിക്ക് ഗ്യാപ്പിൽ ഒന്നിറങ്ങിയതാണ്. ഓക്കെ, ഓക്കെ. നമ്മളങ്ങനെ തുമ്പൂർ മൊഴി എത്തിയിട്ടും കാര്യമില്ല, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിറച്ചും സൂപ്പറാണ്. വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. കാണാൻ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് പോവാന്ന് വിചാരിക്കുന്നു. അവിടെ പോയിട്ട് പോകാൻ പറ്റുമല്ലോ നോക്കട്ടെ, എന്നിട്ട് വിശേഷം കാണിക്കാം. ഇപ്പൊ ഇത് കാണാം. അശ്വി, ചെളി വെള്ളം തെറിപ്പിക്കണത് പിന്നെ എനിക്ക് പ്രാന്തല്ലേ. വണ്ടി കൈവിട്ടതാ കിടക്കും. അപ്പൊ എല്ലാരും അങ്ങനെ വന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ ഏഴാറ്റുമുഖം കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഈ പ്ലേസ്. ഇവിടെയാണ് ഇനി നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോകുന്നത്. കമോൺ.
നിങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞു. കിഡിലെ സ്പേസ് ആണ് കേട്ടോ ഇത്. ഏഴാറ്റുമുഖം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും വരാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തണുപ്പിൽ കയറി വന്നേക്കാണ്. ഇനി ഒരു കിഡിലും ചായ കുടിക്കണം. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ഇപ്പൊ ആലുവ എത്തിയേ. കാരണം ആ വഴി വരുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ എവിടെയും നമുക്ക് ചായ കുടിക്കാൻ അങ്ങനെ നിർത്താൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ആലുവയിൽ എത്തിയിട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ആദ്യത്തെ വ്ലോഗാണ്, അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.